ഹലോ ദിസ് നമ്മൾ മൈൻക്രാഫ്റ്റിൻ്റെയാണ്. ഇത് പാർട്ട് 4 ആണ്. അപ്പോൾ ഇത് ജാനിൻ്റെ പേരിലോട്ടോ അത് കളിക്കുന്നത്. അതെല്ലാം നമുക്ക് വേണ്ട. അപ്പോൾ മറ്റേതിലെത്തിയിട്ട് കാണാം. ഓക്കെ, നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ ഈ വീടാണ് അത്യാവശ്യം കുഴപ്പമില്ല തോന്നുന്നുണ്ട്. പിന്നെ ഉള്ളിലത്തെ സെറ്റപ്പൊക്കെ ചെയ്യണം കുറച്ചൊക്കെ. എന്നിട്ട് അകത്ത് ഇൻറ്റീരിയറും പിന്നെ എൻ്റെ വീടിൻ്റെ അടിയുടെ വില ഉണ്ടോ അടിയുണ്ടോ ഈ അടിനില ഇവിടെ ഒരു കോപ്പർ കോളം വെച്ചിട്ട് സ്റ്റോറേജിനാണ്. ആദ്യം കോപ്പർ കോളം വെച്ച് സ്റ്റോറേജിന് പണിയാക്കാം. ഈ ഏക്കർ പൊട്ടി ഏച്ചൊക്കെ ഇപ്പോൾ പൊട്ടി പോയി. ഈ സെറ്റിങ്സ് ആണ് എല്ലാം നമുക്ക് സ്പീഡിൽ ഓടാം. നമ്മൾ സ്റ്റോറേജ് ബ്രിഡ്ജുണ്ടൊക്കെ ഇവിടെ. എന്നിട്ട് ഇത് കൂടെ ഉണ്ട്. ഇത് കൂടെ മലയിൽ കൂടെ വരാനുണ്ട്. നമുക്ക് ബുദ്ധിമുട്ടാവും. നിങ്ങളുടെ ഒരു ബ്രിഡ്ജുണ്ടാക്കും. ഒരു ഭംഗിയാവും. അവിടെ അതാണ് പ്ലാന്. സൗണ്ടൊക്കെ കുറച്ചേ സൗണ്ടൊക്കെ അത് നമുക്ക് ടാക്സ് കണ്ടാക്കിട്ട് അങ്ങനെ കോപ്പർ കോളത്തിൻ്റെ അങ്ങനെ ഉണ്ടാക്കാൻ നോക്കട്ടെ. ഇതൊക്കെ ഉണ്ടാക്കിയത് ടാക്സും ഒരു പിക്കാസും വേണം. പിക്കാസ് ഒക്കെ കൊടുക്കും. ഇങ്ങനെ കോപ്പർ കോളത്തിന് അവിടെ ഗോളം അടിച്ചാൽ അതാ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ആ സ്പോണിങ് ബ്ലോക്ക് അല്ലേ വേണ്ട കോപ്പറിൻ്റെ. അതിലൂടെ എന്തോ ഒരു മഞ്ഞ സാധനം വേണം. ആ മഞ്ഞ സാധനം ഉണ്ട് കേട്ടോ കയ്യില്. പംകിൻ വേണം തോന്നുന്നു. പംകില്ല, കാറൂടെ പംകിൻ അവിടെ പംകില്. എനിക്ക് ഓപ്പൺ ഓവർ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എവിടെ ഇതെടുത്തിട്ട് നമുക്ക് സ്റ്റോറേജ് ഉണ്ടാക്കിയിട്ട് മാറ്റണം. ഒക്കെ ഞാൻ ഫുൾ ബ്ലോക്ക് ആക്കട്ടെ. കോപ്പർ ബ്ലോക്ക് തന്നെ വേണ്ടത് എനിക്ക്. കോപ്പർ ബ്ലോക്ക് എവിടെ? ഡയമണ്ട് ഒക്കെ ഉണ്ടാക്കാൻ പറ്റൂ. അതിലെന്താ ഡയമണ്ട് കളിച്ച് എനിക്കറിയാം. കോപ്പർ ബ്ലോക്ക് കാറൂടെ പംകിൻ ഇതൊരു മഞ്ഞ സാധനം കളിച്ചു. ഇങ്ങനത്തെ ഞാൻ എൻ്റെ ഒരു പ്രതീക്ഷ. അതെ, ഫസ്റ്റ് ഞാൻ വിചാരിച്ച ക്രാഫ്റ്റ് ചെയ്യാന്നാണ്. പിന്നെ ഞാൻ ക്രാഫ്റ്റ് ചെയ്യല്ല, എന്ന് ക്രാഫ്റ്റ് ചെയ്യാതെ മറ്റേ ഇത് ഉണ്ടാക്കണം. അതെ, പംകിൻ ഒന്ന് മതി. ധൈര്യത്തിന് 3 ഉണ്ടാവാം. ഇവിടെയാണ് നമ്മൾ ഉറങ്ങുന്നത്. സെറ്റപ്പ് ഇവിടെ ഉറങ്ങിട്ടാട്ടപ്പോ. ആ, ഇത് പുതിയ വാൻഡ്രിങ് ട്രേഡർ ആണോ? പുതിയതാന്ന് നോക്കട്ടെ നീ നല്ല ഉണ്ടോന്ന്. ഇത് പുതിയതാ. നല്ലത് നല്ല ഒന്നുമില്ല. തുപ്പ് ലീഡ് കിട്ടണം. ലീഡ് കിട്ടി ഒരു സാഡിൽ ഉണ്ടാക്കാം. പുതിയ തന്നെ കണ്ട നമുക്ക് സാഡിൽ ഉണ്ടാക്കണം. അത് കുറച്ച് എളുപ്പമാവും യാത്രകൾ. പൂച്ചയെ വളർത്താൻ പറ്റൂ? എനിക്കറിയില്ല. നമ്മളിവിടെ എത്തി. നമ്മൾ ഷിയർ എൻ്റെ പെട്ടികളുണ്ടതാണ്. ഷിയർ എടുക്കാം. ഷിയറായി പിടിക്കട്ടെ. ആകെ 2 ബ്ലോക്കുള്ളൂ. അത് മതിയാവൂല. ഇതുണ്ട്. ഇത് എങ്ങനെയാണ് സ്മെൽറ്റ് ചെയ്യേണ്ടി വരൂലേ? സ്മെൽറ്റ് ചെയ്യില്ല. കോപ്പർ ഓറാക്കും. അപ്പം അതിങ്ങനെ ഓറാക്കിയിട്ട് സ്മെൽറ്റ് ചെയ്തിട്ട് ബ്ലോക്ക് ആക്കണം. കോൾ വെക്കാം. നാളെ തന്നെ മതിയാവും തോന്നണം. നമുക്കപ്പം സ്മെൽറ്റ് ആകുമ്പോഴത്തേക്കും ഇൻറ്റീരിയറിൻ്റെ പരിപാടിയൊക്കെ എടുക്കാം. അത് നമുക്ക് വേണ്ടത് ഒരു ബെഡ് എടുക്കാം. ഇൻറ്റീരിയർ ഫസ്റ്റ് നമ്മുടെ ബെഡ്റൂം ഉണ്ടാക്കണം. അപ്പം സ്നോബോളൊക്കെ നിർത്തരട്ടെ. ഇവിടെ തന്നെ വന്നല്ലോ. ഇങ്ങോട്ട് നോക്കി വരാം. പിക്കോളും അവിടെ കൊത്തുന്നേട്ടെ. ഒരു ബെഡായി. നമുക്കൊരു പോട്ട് വേണം. പോട്ട് എന്തെങ്കിലും ചെടിയൊക്കെ അതിനെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. കിട്ടിയിട്ടുണ്ട്. എത്ര മതി അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഫുഡ് എന്തെങ്കിലും ഫുഡുണ്ടോ? കുറച്ച് പൊട്ടാറ്റോ ഇതിൽ വേവിക്കാൻ വെച്ചില്ല. തൽക്കാലത്ത് ക്യാരറ്റ് അങ്ങോട്ട് കഴിക്കാം. വലിയ വരെ ക്യാരറ്റ് കഴിക്കാം. ക്യാരറ്റ് ഇപ്പം കൊത്തുമ്പോൾ സെറ്റ് ആക്കണം. പോട്ടിന് പിന്നെ നമുക്ക് വേണ്ട ലാൻഡ് എടുക്കുന്നുണ്ട്. അത് സ്ലാബ് അല്ലല്ലോ. ഈ ടേബിൾ ഉണ്ടാവും. മറ്റേ സാധാരണ സ്പ്രൂസ് വില്ലേജില്ല, നമ്മളെ സാധാ വില്ലേജില്ലേ വില്ലേജ്, അവിടെയൊക്കെ ടേബിൾ ഉണ്ടാവും.
അത് കഴിവട്ട് ഐറ്റം ഫ്രെയിം വേണം നമ്മളൊക്കെ എന്തൊക്കെയാണ് ഒരു ലെതർ മതി കുഴപ്പമില്ല. എന്നിട്ട് കുറച്ച് ലെതർ ഉള്ളൂ. ഇൻറ്റീരിയറിന് വേണ്ടി കുറച്ച് സ്റ്റേബിൾ ആവശ്യം. സ്റ്റേബിൾ അല്ലെ സ്ലാബ്. തൽക്കാലം സ്ലാബ് മതി. അത് സ്ലാബിൻ്റെ മതി. ഇപ്പോൾ സെറ്റ് ആയിക്കുന്നതാണ്. നമുക്ക് ഇതുകൊണ്ട് കോപ്പർ ക്വാളിറ്റി ഉണ്ടാക്കിയിട്ട് പോവാം. 15 3 കൂടെ മതി. വേറെ 3 ഓൺലി 3 നമുക്കിതൊക്കെ മെൽറ്റായിട്ട് കാണാം. സാധനം ഉള്ളിൽ കിട്ടി നമുക്ക് ബ്ലോക്കാക്കാം. ബ്ലോക്കൊക്കെ ആക്കണം. നമുക്കിവിടെ സ്ഥലത്തേക്ക് പോയിട്ട് കുറച്ച് വുഡിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ വുഡും കൂടെ ആയിട്ട് ടെസ്റ്റ് ആക്കി കാണാം. അപ്പോൾ ലെതറും കുറച്ച് വുഡൊക്കെ കളക്ട് ചെയ്ത് അങ്ങനെ നമുക്ക് ലെതർ കൊണ്ട് ഫസ്റ്റ് നമുക്ക് ഐറ്റം ഫ്രെയിം ആണ്. ഫസ്റ്റ് നമ്മുടെ കയ്യിലുള്ളതൊന്ന് മാറ്റട്ടെ. കുറേ നിറഞ്ഞിട്ട് ഒന്നും വെക്കാനുള്ള സ്ഥലമില്ല. വിഷയം മാത്രം കയ്യിൽ മതി. സ്നോബോളൊക്കെ എനിക്ക് ആവശ്യമില്ല. എന്നാലും എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും. ഇത് വേണം. ഇത് ഇതായിക്കോട്ടെ, കിടക്കട്ടെ അവിടെ. സ്റ്റാപ്പിംഗ് ഉണ്ടായിക്കോട്ടെ. നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണം. കുറച്ച് ബിൽഡിംഗ് ബ്ലോക്സ് ഇട്ട് ഇതാക്കട്ടെ. ആൾക്കാർ എത്ര മതി. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൻ്റെ പരിപാടിക്ക് വരാം. അടുത്ത എപ്പിസോഡ് മിക്കവാറും നമ്മൾ ഇവിടെ പാലുണ്ടാക്കി അപ്പോഴേക്കുള്ള എൻട്രൻസ് ഒറ്റയടിക്ക് അങ്ങോട്ട് ഒരു എപ്പിസോഡ് കൊണ്ട് തീർക്കേണ്ട പരിപാടിയാണ്. വീട് തന്നെ ഇപ്പോൾ ഫസ്റ്റ് എപ്പിസോഡ് തീർക്കാൻ പറ്റുന്ന 3 എപ്പിസോഡായിട്ട് നമ്മൾ തീർത്തില്ലായിരുന്നു. 3ാമത്തെ എപ്പിസോഡാണ് തീർത്ത്. സോറി. അതുകൊണ്ട് വലിയ സമയം കിട്ടിയില്ല. ഇപ്പം ഇനി അങ്ങനെ ഉണ്ടാവില്ല. പറഞ്ഞ അപ്പം തന്നെ തീർക്കും. ചിലപ്പോൾ സമയമില്ലെങ്കിൽ തീർക്കൂല. എന്തായാലും തീർക്കും. ഇവിടേക്ക് എന്തല്ലേ മല്യൊന്നും ചെയ്യാത്തേ? അത് മോശം ജസ്റ്റ് നമുക്ക് സ്റ്റോറേജിന് പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇത് ഫുള്ള് നമുക്ക് ചെസ്റ്റ് ആക്കണ പേരിലാക്കണം. ഫുള്ള് ചെസ്റ്റ് ആക്കാം. പക്ഷേ 13 ചെസ്റ്റ് ഉണ്ട്. കാലം ഒരു 9 ചെസ്റ്റ് കിട്ടീന്. ഇതറിയാം. അയ്യോ, നമുക്ക് തിരിച്ചു നോക്കാം. റീപ്ലേസ് ചെയ്യാം. ചെസ്റ്റൊക്കെ കിട്ടി. ഓരങ്ങോട്ട് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ നമ്മുടെ എല്ലാ സാധനവും ഒരു 2 വരെയാണ് നമ്മൾ പ്ലാൻ ചെയ്യണേ. ഒന്നായി. അയ്യോ, ഏകദേശം 5 വരെയാണ് ഇങ്ങോട്ടേക്ക് വേണ്ടത് ഇപ്പം. അപ്പോൾ ഫുള്ളിനും വേണ്ടി വരും ജസ്റ്റ്. ഇത് മതിയാവും എന്ന് വിചാരിക്കാം. ഇനിയും കുറച്ച് വേണം. കുറച്ച് മരം വേണം. അപ്പോൾ അതും കൂടെ കുറച്ച് എടുക്കണം. ഒന്നും കൂടെ മതി നമുക്ക് അവിടെ നിന്ന് കൊണ്ടുവരാം. അപ്പോൾ ഇങ്ങനെ നടത്താനും ഇങ്ങനെ കാണുമ്പോൾ കുറേയുണ്ട്. ചെറിയൊരു ആർച്ച് വരെ ഉണ്ടാക്കണം. നമുക്ക് ആദ്യം ഈ പണി കഴിയട്ടെ. നമുക്ക് കോപ്പർ വെള്ളത്തിൽ നോക്കാം. എങ്ങനെയാണ് നിൽക്കുന്നത് അറിയില്ല. ചെറിയ സ്ക്രീനാണ്. പരീക്ഷണം പൊട്ടിയ മൊത്തത്തിൽ വേണം. ബെഡ്റൂം ഇതൊരു ബെഡ് ഇതാക്കാനും ഇതൊക്കെ എടുക്കുന്നു. അയ്യോ, ക്യാരറ്റ് തിന്നാട്ടെ. വേഗം കഴിക്കാം. നമുക്ക് കൊപ്പർ കുളത്തിൻ്റെ പരിപാടിയിലേക്ക് കിടക്കാം. ഐറ്റം ഫ്രെയിമൊക്കെ പിന്നെ അവിടെ അതേ ഉണ്ടായിക്കണം. 1 മതി കേട്ടോ. വെറുതെ 3 ഭാഗമാക്കി. ഇതൊക്കെ അല്ല പൊട്ടിക്കാം. പൂവെല്ലാം പൊട്ടിച്ചാൽ മതി. നമുക്ക് ഐറ്റം ഫ്രെയിം ഉണ്ടാക്കിയിട്ട് സോർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ കുറച്ചൊക്കെ ഒന്ന് വെച്ച് വെക്കണം. പിന്നെ പെട്ടെന്ന് നമ്മൾ ആ കോപ്പർ കുളത്തിന് ജസ്റ്റ് ഇട്ടാൽ മതി. അങ്ങനെ വെക്കുന്നതാണ് എൻ്റെ ഒരു അറിവ്. എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. കറക്റ്റ് 5 ഐറ്റം ഫ്രെയിമിനുള്ളതാണ് എടുത്തത്. 5 സാധനങ്ങളാണ് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിൽ കേട്ടോ. അത് നമ്മൾ സ്റ്റോൺസിൻ്റെ ബിൽഡിംഗ് ബ്ലോക്കൊക്കെ ആയിട്ട് സ്റ്റോണിൻ്റെ എടുക്കണം. പിന്നെ ഇവിടെ വുഡിൻ്റെ ഇത് നാച്ചുറൽ സാധനങ്ങൾ. ഇത് ഫുഡ് ഇത് ലൈറ്റിങ്ങൊക്കെ ഇത്ര വേണ്ട, എന്നാലും കിടക്കട്ടല്ലോ. ലൈറ്റിംഗ് ഉൾക്കാനായിട്ട് അതേ ഇതങ്ങോട്ട് ഒന്ന് വെക്കാം.
അപ്പോൾ ഇനി അടുത്തത് ഇവ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് തുറന്നൊക്കെ ഇത് ഇവിടെ വെക്കട്ടെ. ടോർച്ചും ലേശം ഇവിടെ വെക്കാം. ബാക്കി ഇതാ ഇവിടെ തുറന്നൊക്കെ കൊടുക്കും. ഒരു ടോർച്ച് വേണം, ഒന്ന് മതി. ഒരു ടോർച്ച് കയ്യിൽ വേണം. ഇവിടെ ഇങ്ങനെ വെക്കാൻ ടോർച്ച് വേണ്ട, അല്ലാണ്ട് മതി. അത്യാവശ്യം ലുക്കാണ്. ഇതാണ് വെച്ചപ്പം ബെഡെത്തുന്ന് പറഞ്ഞിട്ടെ തുറന്നില്ലല്ലോ രാത്രിയില്ലേ. കുറച്ച് നേരം കൂടെ ആയിരുന്നു നമ്മുടെ. അപ്പം നമുക്ക് ഇനി ജസ്റ്റ് എടുത്തിട്ട് ഇവിടെ നമുക്ക് ഫുഡിന് കൂടെ എടുത്തൊക്കെ മതി. ഇവിടെ നമുക്ക് ഫുഡിൻ്റെ ആണ്. ഇനി നമുക്ക് പോവാം. നമുക്ക് എന്താണെന്ന് ഒരു ചെസ്റ്റ് ഇറക്കാൻ പോവാം. നമുക്ക് പിന്നെ കുറച്ച് വുഡ് വേണം. അതായത് അങ്ങനെ പ്ലെയിനായിട്ട് ചെസ്റ്റ് മാത്രമേ നമ്മൾ വൃത്തികേടായതുകൊണ്ട് ചെറിയൊരു ഡെക്കറേഷൻ വേണം. നമ്മളെന്തെങ്കിലും വുഡൊക്കെ വെച്ചിട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ഇതൊന്ന് കഴിയട്ടെ. ഒരു ചെസ്റ്റ് എടുത്ത് വന്നപ്പോഴേക്ക് ഓർമ്മ നമുക്ക് ഇമ്പോർട്ടൻറ്റ് സാധനങ്ങൾ വെക്കാനുള്ള ഒരു പെട്ടി വേണം. അപ്പോൾ നമ്മൾ ആ ക്യാരറ്റ് വെച്ച് നമ്മുടെ ഫുഡ് പെട്ടിയില്ലേ, അത് നമുക്ക് നമ്മളെ വീറ്റ് സീഡൊക്കെ വെക്കണം. അതിലേക്ക് വെച്ചാൽ വെറുതെ ഒരു പെട്ടി കളയണ്ട. അതവിടെ ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു അയൺ വെക്കണം. എവിടെ അതിൻ്റെ മാല നിൽക്കിയതാണ്. അതുകൊണ്ട് കറക്റ്റ് ഒരു ചെറിയൊരു ചെരുവ് വേണം. അത് കറക്റ്റ് നമുക്ക് ഇനി വേണ്ടത് വുഡിൻ്റെ സാധനമാണ്. അപ്പം ടൂൾസ് വെക്കാനുള്ളതും കൂടെ വേണമായിരുന്നു, ഒരു റോ ചെസ്റ്റും കൂടെ ടൂൾസിന്. അപ്പോൾ നമുക്ക് അത് കൊണ്ടൊന്ന് കളക്ട് ചെയ്ത് വേണം. അത് നമ്മളെടുത്ത് ശരിക്കും നമുക്ക് ഇത്ര പെട്ടിൻ്റെ ആവശ്യം ലൈറ്റിങ് ടൂൾസിനൊക്കെ രണ്ടുപേരും. പക്ഷേ കാണാൻ ഒരു മാച്ചിങ്ങിന് വേണ്ടിയാണ് ഈ എല്ലാതും 2 റോ വെക്കണം. പിന്നെ വുഡൊക്കെ ചിലപ്പോൾ ഒരു റോയിൽ തയ്ക്കണ്ടാവില്ല, നമ്മൾ കുറേ കളിക്കണ്ടെങ്കിൽ. അപ്പോൾ അത് മാത്രം 2, മറ്റേത് മാത്രം ഒന്നാകുമ്പോൾ ബോറാവും. അതിനോടാണ് എത്ര ഇഷ്ടപ്പെട്ടു നിനക്ക് എടുക്കണം. ഇത് ഏറ്റവും വെച്ചത്ത് വെക്കാം. ഇങ്ങനെ അടിക്കണം. ഞാൻ 4 കൊണ്ടുവന്നാണല്ലോ. പകടിച്ച് പോയോ പോയിട്ടോ സംഭവം? ഞാൻ 4 കൊണ്ടുവന്നതാണ്. പക്ഷേ അതവിടെ വെച്ചിങ്ങനെ അതുകൊണ്ടാവും അറിയാതെ തൊട്ടുണ്ട്. നമ്മളിപ്പോൾ ടൂൾസിന് അയക്കണമൊക്കെ നമ്മൾ ആദ്യത്തെ അയൺ പിക്കോക്സ് ആണ്. അത് ഇരുന്ന് ചെയ്യേണ്ടത് ആവശ്യമില്ലല്ലോ. ഇത് മിസ് ക്ലിക്കായി. അപ്പുറത്തൊക്കെ അപ്പുറത്ത് വന്നിട്ട് അപ്പുറത്ത് കയറാൻ പറ്റില്ലല്ലോ. ടൂൾ കൂടെ വെക്കാൻ കഴിയുമോ? ഇത് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കണം, അതാണ് പ്രശ്നം. തൽക്കാലം ഒരു കാര്യം ചെയ്യാം, ഇതൊക്കെ അപ്പുറത്തുണ്ടാക്കാം. അപ്പോഴാണ് ഞാൻ ഓർത്ത് ഒരു ഐറ്റം ഫ്രെയിമും കൂടെ വേണമല്ലോ എന്ന്. നമുക്ക് ലെതറിപ്പോൾ വീടുണ്ടാകുമെന്ന് വിചാരിക്കാം. അപ്പം നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാം. നമുക്ക് ടൂൾസിൻ്റെതാണ് ഒരു ഐറ്റം ഫ്രെയിമും കൂടെ വേണ്ട. അപ്പോൾ അതും കൂടെ നിർത്തി വേണം. നമ്മളിപ്പോൾ വീണ്ടും എടുക്കുന്ന ഐറ്റം ഫ്രെയിം അല്ലേ ഇവിടെ വെക്കാം. എന്നിട്ട് നമ്മൾ അത് സൂചമായി നമ്മൾ ഈ പിക്കക്സ് വെക്കാം. ടൂൾസ് ഒക്കെ വെക്കട്ടെ. ആ ടൂൾസ് വെക്കാം. ടൂൾസ് അയ്യോ ഇത്ര വേണ്ട. നമുക്ക് അടുത്ത് വേണ്ടത് വുഡിൻ്റെ സെക്ഷനാണ്. വുഡ് നമുക്ക് വുഡിലെ ഉണ്ട്. ഇവിടെയാണ് വുഡിൻ്റെ സെക്ഷൻ. ഇവിടെയാണ് വാലബിൾസ് വരാം. വാലബിൾസിനെ കൊണ്ടുവന്നില്ല. അയണാണ് വാലബിൾസ്, അല്ല ഡയമണ്ട് ഇടാം വാലബിൾസിൽ. ഇപ്പോൾ അതുമായിട്ട് ഷോർട്ട് ചെയ്യാനുള്ള സാധനങ്ങളൊന്നും എടുത്തില്ല. അതേ മാർക്ക് എടുത്തോണ്ടായിരുന്നു. വുഡിൻ്റെ ഇതൊക്കെ അവിടെ കിട്ടും. പിന്നെ കുറച്ച് മത്തങ്ങ എടുത്തിട്ടുണ്ട്, കാരണം നമുക്ക് കാറിൻ്റെ പമ്പിൻ ഉണ്ടായി നല്ല ഭംഗിയാവും. ഇതൊക്കെയാണ് വുഡിൻ്റെ. നമുക്ക് പിന്നെ ഇതിൻ്റെ ഇവിടെയാണ് നമുക്ക് നമുക്ക് മേലെ വെക്കാം. മേലെ ഉണ്ടായിക്കോട്ടെ. മേലെ എന്നിപ്പോൾ എൻ്റെ അടുത്തൊരു സാക്ക് ഉണ്ടായിരുന്നല്ലോ, അത് കാണാനില്ല. എല്ലാതും അങ്ങോട്ട് തന്നെ വെക്കണ്ട. നമുക്ക് ഇതിന് ചെറിയ എന്തെങ്കിലും പണിയെങ്കിലും വേണ്ടേ. ഇതൊക്കെ കിടക്കട്ടെ. പമ്പിനൊപ്പം ആവശ്യമുണ്ട്. ഇത്രയുള്ളൂ. അതിന് നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ അങ്ങോട്ടേക്ക് നമുക്ക് കഴിയണത് ഓരോന്ന് കൊണ്ടുവരാൻ എന്നിട്ട് സോർട്ട് ചെയ്യാൻ വെക്കാം. എന്നിട്ട് പിന്നെ ഓരോന്ന് അതിനായിട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് ഫസ്റ്റ് ഒന്ന് കുറച്ച് മേലെ വെച്ചിട്ട് ബാക്കിയുള്ള അതിൻ്റെ പെട്ടിയിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല കിട്ടില്ലായിട്ട് കിട്ടിക്കോളും. അല്ലെങ്കിൽ ഒരു കൊപ്പരക്കുളം കൊത്ത് 2 കൂടെ ഉണ്ടാക്കാമെന്ന് എൻ്റെ അഭിപ്രായം. അത് കുറച്ചും കൂടെ വലുതായി കിട്ടും. ഒരു കൊബിൾ സ്റ്റോൺ വേണം. ഡയമണ്ട് വേണ്ടത് ഇത്
ഇത് കയ്യിൽ കൊള്ളണം അത്ര ഇപ്പം എടുക്കുക. സാക്ക് എടുക്കാതെ നന്നാവും. സാക്കിലെല്ലാം നിറച്ചോ. കുറേ സാക്കിൽ സാധനങ്ങളൊക്കെ കൊള്ളും. അപ്പോൾ നമ്മൾ കുറേ വരവ് അങ്ങോട്ട് കുറച്ചോളും. പ്രശ്നം എന്താ വെച്ചാൽ ഡയമണ്ട് ഒക്കെ എടുത്തോളൂ. ആ ചത്ര പീടുപൊളി പോയ ഒരു സാക്ക് കൂടെ അതിനും എടുക്കാം. അശ്വ അവിടെ ഞാൻ കളിച്ചിരുന്നു. ഇപ്പോൾ സാക്കിൽ ചെയ്തല്ലോ. പോലില്ല എടുട്ടിക്ക്. അപ്പം സാക്ക് അതല്ലോ. അപ്പം നമുക്ക് കഴിയാണത്ര ഇനി സോർട്ട് ചെയ്ത് കാണാം. ഉപകരണം നേരത്തെ ഇഷ്ടപ്പെടുന്ന ചോദിച്ച് പണിയെടുക്കണം. അതൊക്കെ പണിയെടുക്കണം. നമുക്ക് ഫുഡും സ്റ്റോണൊക്കെ സ്റ്റോൺ തിങ്സ് എവിടുത്തെ കിട്ടണമൊക്കെ ഫുഡിൻ്റെ വാല്യുബിൾസ് ഒക്കെ വാല്യുബിൾസ് ലീഡൊക്കെ കിട്ടണം. ലൈറ്റിൻ്റെ ജക്കോലാൻറ്റൊക്കെ ഉണ്ടാക്കി ടോർച്ച് ചെയ്ത് കോർമൈൻ ചെയ്യാൻ പോകണം. ഇങ്ങനെയൊക്കെയാണ്. അപ്പം ഇന്നത്തെ ഇനി മെയിൻ പരിപാടിക്ക് കിടക്കാം. ബെഡ്റൂം സെറ്റപ്പാണ്. ബെഡ്റൂം സെറ്റപ്പ് സാധനങ്ങളൊക്കെ അവിടെ തന്നെ കൊണ്ട് വെച്ച് പോകണം. ഞാൻ നമുക്ക് വേണം ബെഡ്റൂമിലേക്ക്. എനിക്ക് ഉദ്ദേശിക്കണം എൻ്റെ ലാൻഡ് മാറ്റി ജക്കോലാൻറ്റൊക്കെയാണ്. ഇവിടേക്കാണോ ഇവിടേക്കാണോ? ഇവിടേക്ക് മതി. എന്താ രസം. ഫ്ലവർ പാറ്റിൽ കൂടി ആയിട്ട് അടുത്തായിട്ട് വെച്ചോ. അയ്യോ ഫുഡില്ല. പിന്നെ ഇവിടെ ഇങ്ങനെ വെച്ചതിന് ശേഷം വിട്ട് തിന്നാനൊരു മടിയാണ്. കുറച്ച് വാങ്ങിക്കാം. ഒരു ബെഡും കൂടെ വേണം ഒരു ഭംഗിക്ക്. രണ്ടാളൊക്കെ ഉണ്ട്. ഫസ്റ്റിനെ ഒന്നുണ്ടാക്കി, പിന്നെ അറിയാതെ പെട്ടി പൊട്ടിച്ചു പോയി. അങ്ങനെയൊക്കെ എന്തൊക്കെയോ പ്രശ്നമായിട്ട് എന്തൊക്കെയോ പോയി. പിന്നെ ഒന്നും കൂടെ ഉണ്ടാക്കിയതാണ് അത്. പിന്നെ ഇതൊക്കെ വാക്സിൻ കുറേ നേരം ഹാനിക്ക് ഒപ്പിച്ച് വാക്സൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്കിനി പക്ഷേ രാത്രിയായി. നമുക്ക് പിന്നെ ഒരു ബെഡ് എടുത്തോണ്ടായിരുന്നു. അവിടെ തന്നെ കിടന്നു ഉറങ്ങിയൂടെ ആട്ടാ. മേലുണ്ടല്ലേ. നമ്മളിപ്പോൾ നമ്മളീ വരുത്താതെ തുറക്കാനത്തിന് പോകണം. ഇതിപ്പോൾ ഇനി ഫർണസൊക്കെ വെക്കണം. ഒക്കെ തന്നെ തീർക്കും. എന്തായാലും തീർക്കും. ഇനി വേണ്ടത് കുറച്ച് ഒരു ക്ലേ പോട്ട് എടുക്കണം. ക്ലേ പോട്ട് എടുത്തിട്ട് ബെഡിന്റെ സൈഡിൽ വെച്ചാൽ പോലെ. ക്ലേന്റെ പോട്ടൊക്കെ അവിടെ തന്നെ ഉണ്ടോ? ഇല്ല. എവിടെ വെച്ചാ ഇല്ലെടുത്ത് തപ്പിക്കോ. ക്ലേ പോട്ട് ചിലപ്പോൾ അവിടെ തന്നെ ഉണ്ടാവും. ഓടി പോയിട്ട് വരാം. വീട്ടിലെത്തി നമുക്ക് എന്തെങ്കിലും നല്ല ഉണ്ടെന്നൊക്കെ. ഇവിടെ ഇല്ലല്ലോ ക്ലേ പോട്ട്. അപ്പോൾ വേറെ എവിടെയെങ്കിലും എടുക്കാം. വേറെ എവിടെയെങ്കിലും എടുക്കുക. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടായാൽ ചിലപ്പോൾ ഉണ്ടാവും. ഇവിടെ ഉണ്ടാവും. ഇതാണ് തപ്പി വരുന്ന ടേബിൾ പ്രഷർ പ്ലേറ്റ് വെച്ചിട്ടില്ല പരിപാടിയാണല്ലേ. പിന്നെ കാർപ്പറ്റ് എടുക്കാൻ പറ്റില്ല. വിരിപ്പാക്കാം. വിരിപ്പല്ല അടിയിൽ വെക്കാം. നല്ല ഭംഗിയുണ്ടാവും. പക്ഷേ സ്ലാബിൽ വെച്ച് പൊങ്ങിക്കൂലേ. അത് പ്രശ്നമാണെങ്കിൽ കാര്യമില്ല. സ്ലാബിൽ വെച്ച് പൊങ്ങിക്കണ്ടാവും. നമുക്ക് എന്താ ചെയ്യാം? 3 വെള്ളം 3 ക്ലേ പൊടി ഇവിടെ നല്ല എടുത്ത് നമ്മളെ വരുന്ന എടുത്ത്. ബ്രെഡ് മാത്രം. ബെഡ് ടേബിൾ മാത്രം. ഇവിടെ ഇല്ല. നോക്കിയതാ. എടുത്തില്ലേ. വെള്ളം എടുക്കാം. ബാക്കിയൊക്കെ കുറച്ചെടുക്കാം. ഇതൊന്ന് വന്നപ്പോൾ പോട്ടൊക്കെ ഇല്ലപ്പോൾ എല്ലാം പോയി. ഇത് ഈ വീടിൻ്റെ മേലോട്ട് ഞാൻ കയറിയില്ല. കയറി ഇവിടെ ഇതിൻ്റെ മേലേക്കൊന്നും കയറിയില്ല. ഇത് നേരത്തെ ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ. അവിടേക്കുണ്ടോ? ഇതിൻ്റെ മേലേക്കുണ്ടല്ലോ വില്ലേജ്. അതിനെപ്പളാ മേലേക്കുണ്ട്? നമുക്ക് പോയോക്കട്ടെ. ഞാൻ എപ്പോഴാ കാണുന്നത്? എൻ്റെ മേലേക്കാണ്ടാ. പിന്നെ മേലോട്ട് എങ്ങനെ പോകുന്ന ഏതെങ്കിലും ബോക്കൊച്ച് കൊണ്ടിരും. ചെറിയൊരു മീനിങ് എഴുതണം. ഞാൻ ചോദിച്ചെത്തിട്ടു. ഇവിടെ അവൈലബിൾ ഉണ്ടാവുമോ? ഞാനിത് കണ്ടില്ല. മതിയെന്ന് നോക്കുക. ഞാനത് അറിയിക്കണം. ചെറിയ ഇല്ലൊക്കെയാണ് ഇവിടെ പ്രത്യേകിച്ച് ഇല്ലേ. അതിന്റെ താഴെ ജസ്റ്റ് എമറൽഡ് കിട്ടി. ഇത് നന്നായി. സാപ്ലിംഗ് ഒന്നും വേണ്ട. വുഡ് എടുക്കാം. സാപ്ലിംഗിൽ ഒരു സ്റ്റാക്കായി ഇത്രേ ഉള്ളൂ. അവിടെ കൂടെ ഒറ്റത്തേക്ക് വീട് കഴിഞ്ഞ ഇത്രേ ഉള്ളൂ. കഴിഞ്ഞ ഇനി വേറെ ഒന്നുമില്ല. ആകെ എമറൽഡ് നല്ലതായിട്ട് കിട്ടിയേ. വേറെ ഒന്നും നേരിട്ട് കിട്ടിയ. പിന്നെ കുറച്ച് വുഡ് കിട്ടി. അതിനാണ് നമുക്ക് ഇപ്പോൾ തന്നെ കഴിയോട് അവിടെ കുറച്ചുള്ളത് കൂടെ മേഞ്ച് ചെയ്യാൻ ടോർച്ച് കുറച്ച് ഉണ്ടാക്കിയിട്ട് വീട് പോയിട്ട് സെക്കൻഡ് ഫുള്ള് തീർക്കാം. ഞാൻ സ്മോക്കർ ആവശ്യം.
ഏത് പയ്യനെ വന്നേ? അയ്യോ ഇതല്ല. അതവിടെ കൊടുക്കണം കുയി കുയി. എവിടെ ഓരും തള്ളി വിട്ടോ ചാട ചാട. എന്ത് ഇവിടെ കോളില്ല, കോളിട്ട് മൈൻഡ് ചെയ്യാം. ഇതെവിടെ ഒന്ന് പോയി ഈ ചിക്കന് ഫുള്ള് കോളാക്കുക. കുറേ കിട്ടും, സ്റ്റാക്ക് കണക്കിന് കിട്ടും. പക്ഷെ 2 സ്റ്റാക്ക് ടോർച്ചിട്ട് വലിയൊരു കോളിൻ്റെതാണ് തീർന്നത്. അയ്യോ ക്ലേ പോട്ട് കിട്ടിയില്ലെങ്കിൽ സാറില്ല. വേണ്ട അത്യാവശ്യം സാധനങ്ങൾ കിട്ടിയാണ്. വേഗം വീട്ടിൽ കിടക്കാം. രാത്രിയാണ്. അപ്പം ഒഫീഷ്യലി ഇത് 30ാമത്തെ ദിവസം കേട്ടോ. എപ്പോഴും നോട്ടീസ് ചെയ്യണ ഒരു വളരെ മനോഹരമായ വിഷയമാണ്. 30 ദിവസം നമ്മൾ സർവൈവ് ചെയ്യാൻ പറയണ 30 ദിവസത്തിനുള്ളിൽ നമ്മൾ വീടുണ്ടാക്കി സ്റ്റോറേജ് ഒക്കെ ആക്കി ബെഡ്റൂം ആക്കിയതിനും അത്യാവശ്യം അത്ര വിഷയത്തിന് അത്യാവശ്യം നല്ല കാര്യം തന്നെയാണെന്നതാണ്. നമുക്ക് ഈ സ്മോക്കർ സാധനങ്ങളൊക്കെ എടുത്തിട്ട് സ്മോക്കേഴ്സ് കൂടാം. ഈ വീടിലൊന്നും വെക്കണം. ഈ ബെഡ് കൊടുക്കാം. 2 ബെഡ് ഉണ്ടായിക്കോട്ടെ. ഇവിടെ കുറച്ച് സാധനങ്ങൾ അയണൊക്കെ ഇതിലുണ്ടല്ലേ. ഉണ്ടായില്ലേ 19 ഉണ്ടായിരുന്നു, അത് ഞാൻ കണ്ടില്ല. ഒരു ഫർണസ് പോലെ ഈ ഗ്ലാസ് ഫർണസ് ആക്കണം. നല്ല ഐഡിയ. ഗ്ലാസ് ഒരു ബ്ലാസ്റ്റ് ഫർണസ് ഉണ്ടാക്കാം. ബോണ ആവശ്യം വരും.